പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റിയ 9 വയസ്സുകാരിക്ക് സർക്കാർ സഹായം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ അനുവദിച്ചു. ചികിത്സയ്ക്കുള്ള പണം പോലും കണ്ടെത്താൻ കഴിയാത്ത കുടുംബത്തിന്റെ ദുരവസ്ഥ 24 വാർത്തയാക്കിയിരുന്നു. ആയിഷത്തുൽ ഷംനയാണിപ്പോൾ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷംന, ഇപ്പോൾ സഹായധനം കുടുംബത്തിന് ലഭ്യമാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? 24-നെ സംബന്ധിച്ച് ഇത് സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ്. കാരണം ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ ദുരിതം അനുഭവിക്കുന്ന കുടുംബത്തിന്റെ വാർത്ത 24 ആണ് കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നത്. സർക്കാർ പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. അന്വേഷിച്ച് ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വരെ മന്ത്രി ഉറപ്പു നൽകിയെന്നാണ്. പക്ഷെ അതിലൊന്നും നടപടി ഉണ്ടായില്ല. ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ കുടുംബം ദുരിതം അനുഭവിക്കുകയായിരുന്നു. ഇത് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ലഭ്യമാകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് ഈ വിനോദിനിയുടെ കുടുംബത്തിന് അനുവദിച്ചത്, ചികിത്സയ്ക്കായി അനുവദിച്ചത്. എന്നാൽ ഈ 2 ലക്ഷം കൊണ്ട് എവിടെയും എത്തില്ല എന്ന് കൂടി കുടുംബം പറയുന്നു. കാരണം കഴിഞ്ഞ ഒരു മാസമായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ പല സ്കാനുകൾക്കും മറ്റ് ചികിത്സകൾക്കുമൊക്കെയായി നിരന്തരം പണം ആവശ്യം വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയ്ക്കും ഈ മകളുടെ കൂടെ ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ 2 ലക്ഷം രൂപ ഒന്നും തികയില്ല എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ MLAയുടെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് വരുന്ന വിവരങ്ങൾ ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് താൽക്കാലികമായി 2 ലക്ഷം രൂപ അനുവദിച്ചത്. അതിനുശേഷം കുട്ടിയുടെ മറ്റ് കാര്യങ്ങൾ, ഈ ചികിത്സ അടക്കമുള്ള മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉള്ള പണം അത് കുറച്ചുകൂടി അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം MLA കെ ബാബു MLA വിദ്യാഭ്യാസ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിലും അത്തരം ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 24 ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ പുറത്ത് എത്തിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയാണ് വിനോദിനിക്കും കുടുംബത്തിനും സഹായമായി ലഭിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ഒടുവിൽ ആ കുടുംബത്തിന് സഹായധനം എത്തിയിരിക്കുകയാണ്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.